പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ലെവൽ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.11. അപ്പോൾ ഈ ഒരു ലെക്ചർ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ ഒരു ചെറിയ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ടാർഗറ്റ് നമുക്ക് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് നമുക്ക് വലിയ ടാർഗറ്റിലേക്ക് കടക്കുകയും ചെയ്യും. അതിനൊപ്പം സ്കാൽപ്പിങ്ങും പരീക്ഷ നോക്കാം എൻ്റെ ഇടയ്ക്ക്. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം കോൺഫ്ലുവൻസസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാർക്കറ്റ് വരുമ്പോൾ നമ്മളെങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത്. അപ്പം വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ലൈവ് ട്രേഡ് US മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിടത്തും പൊസിഷൻ എടുക്കുക, S&Pക്കകത്തും നാസ്ഡാക്കിനകത്തും. അപ്പം നമ്മുടെ എക്സ്പെക്റ്റഡ് ലെവൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് ഇവിടെ. അതായത് നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത് ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ക്യാൻഡിൽ ഏകദേശം ഇവിടം വരെ വരണം. ഇവിടെ വരുമ്പോൾ നമ്മൾ എൻട്രി, ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. സോ സിമിലർലി ഇവിടെ നമുക്ക് ലോങ് പൊസിഷൻ ഇവിടെ വരുമ്പോഴത്തേനും ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇത് ഈ ഒരു പോയിൻ്റ് ഓഫ് മിറ്റിഗേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ലൊരു ടാർഗറ്റ് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ വരെ മതി. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഇതിന് ബോട്ടം പ്രൈസ് പോവുകയാണ് നമ്മൾ എക്സിറ്റ്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിന് ബോട്ടം പ്രൈസ് പോവുകയാണെങ്കിൽ എക്സിറ്റ്. ഇത് ഇച്ചിരി സ്റ്റോപ്പ് ലോസ് കൂടുതലാണെങ്കിൽ പോലും പ്രൈസ് ഇവിടെ വന്നിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ നമുക്ക് അന്നേരം തന്നെ എക്സിറ്റ് ചെയ്യാം. സോ വാട്ട് ഇസ് ദ ടൈം? നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ പ്രൈസ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇത് എടുത്തതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം ഇതെല്ലാം. ഓക്കെ, നൗ ഇപ്പം ന്യൂയോർക്കിലെ സമയം 12:55. സോ ലെറ്റ് us see the live ടൈം ഇൻ ന്യൂയോർക്ക്. 12:56 PM തേഴ്സ്ഡേ February 20. സോ 12:56 തേഴ്സ്ഡേ ഇവിടെ ലൈവ് മാർക്കറ്റ്, നാസ്ഡാക്ക് റിയൽ ടൈം മാർക്കറ്റ്, ഇത് റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ. സോ നമ്മളുടെ എൻട്രി ഇവിടെ നിന്ന് വിട്ടു പോകുമെന്ന് തോന്നുന്നു. ഇനിവേ ഇവിടെ ഇതാണ് ഈ ഒരു പോയിന്റിലാണ് 1 മിനിറ്റ്. സോ നമ്മൾ ഇവിടെ വെക്കാം. മേ ബി ഒരു ശകലം കൂടെ താഴോട്ട് വരുമായിരിക്കും. സോ സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ച് വെക്കാം, അതായിരിക്കും നല്ലത്. ഈ ഒരു ബോട്ടം പ്രൈസ് ഇവിടെ വരെ വരും. ഓക്കെ, ഇത് മതി. സോ നമ്മൾ എൻട്രിയിലാണ്, ഡിസ്കൗണ്ടിങ് ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിലയിൽ എൻട്രി എടുത്തതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. ഇത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പോൾ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, സോ നമ്മളിത് എങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ചാർട്ട് ഇച്ചിലൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ലൈവ് മാർക്കറ്റ് നടന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് വരുമ്പം ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാർട്ടിൻ്റെ പാറ്റേൺ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്? ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടാണോ മാർക്കറ്റ് നിൽക്കുന്നത്? ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഒരു ചാർട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ, ഇങ്ങനെ വരുന്നു, ഈ ലിക്വിഡിറ്റി എടുത്തു, വീണ്ടും ചാർട്ട് മുകളിൽ പോകുന്നു, ഈ ലിക്വിഡിറ്റി എടുത്തു, വീണ്ടും ചാർട്ട് മുകളിൽ പോകുന്നു, ഈ ലിക്വിഡിറ്റി എടുത്തു. ദാറ്റ് മീൻസ് എന്താണ്? ആക്ച്വലി ലിക്വിഡിറ്റി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഡൗൺ സൈഡിലേക്ക് നോക്കുമ്പോൾ വേറെ ലിക്വിഡിറ്റി ഇല്ല. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തെടുത്താണ് പോകുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇതാണ് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ലിക്വിഡിറ്റി എടുത്തു അല്ലേ? അതിനുശേഷം നെക്സ്റ്റ് ലോവസ്റ്റ് ബോഡി പോർഷൻ മാത്രം നോക്കിയേ, വിക്സ് ആർ മാനിപ്പുലേഷൻ. ഓക്കെ, അടുത്തത് എടുത്തു. സോ ഇവിടെ വരുമ്പോൾ നോക്കിയേ, ഈ ബോഡി പോർഷൻ നോക്കിയേ. സോ ഇവിടെ വരുമ്പോൾ സംഭവിച്ചു, അവിടെ ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ആ ലോയുടെ ലിക്വിഡിറ്റി എടുത്തു, ബൈയിങ് മൊമെൻറ്റം കാണിക്കുന്നു. അപ്പം എല്ലാവരും ബൈയിങ് ആണെന്ന് ഓർക്കുന്നു. സോ ദേ ആർ സെല്ലിങ് ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി. പ്രൈസ് അഗെയിൻ താഴോട്ട് പോകുന്നു, വീണ്ടും ബൈയിങ് മൊമെൻറ്റം വരുന്നു, വീണ്ടും സെൽ സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നു, വീണ്ടും അഗ്രസീവ് ബൈ വരുന്നു. സോ ഐഡിയ ഇസ് ക്ലിയർ. മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻറ്റ് ഇസ് ദെയർ. ഏത് സൈഡിലേക്കാണ്? ബൈയിങ് സൈഡിലേക്കാണ്. ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ എങ്ങനെ ഉറപ്പിച്ചതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് ഈ ഒരു സൈഡ് ലിക്വിഡിറ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി താഴോട്ട് ഇങ്ങനെ വരുന്നത്. അതേസമയം ഈ ഒരു ആക്ടിവിറ്റി മുകളിലോട്ടാണെങ്കിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ പോലും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ലിക്വിഡിറ്റി വീണ്ടും കംപ്ലീറ്റ്ലി ഇങ്ങനെ ഡീപ്പ് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പിന്നെ വേറെ കാര്യങ്ങൾ എന്താണ്, എന്ത് കോൺഫ്ലുവൻസ് ആണ് ഇവിടെ കാണുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വേറെ കോൺഫ്ലുവൻസ് പ്രൈസ്
മൂവ്സ് ഇൻ ടൂസ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് കൺസോളിഡേറ്റ് ചെയ്തു. സോ അഗ്രസീവ് ബൈയിങ് നടക്കുന്നുണ്ട്. ബൈയിങ് നടക്കുമ്പോഴെല്ലാം സോൺ പോകുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് സോൺ പോലെ ഒരു സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് ഇതിന് മുകളിലേക്ക് വന്നിട്ട് ഈ സോൺ ക്ലിയർ ഔട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഇംബാലൻസസും ക്ലിയർ ഔട്ട് ചെയ്ത് കളയും. ഇവിടെ വന്നിരിക്കുന്ന ഇംബാലൻസ് ഉണ്ടല്ലോ അത് ക്ലിയർ ഔട്ട് ചെയ്ത്. സോ അതൊരു വലിയൊരു റേഞ്ച് അല്ല നമ്മളെ സംബന്ധിച്ച്. സോ സ്കാൽപ്പിങ്ങിനാണെങ്കിൽ പോലും 22 പോയിന്റുള്ള ആക്ച്വലി ഇവിടെ നിന്ന് ഇവിടം വരെ. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും എത്രയുണ്ട്, 119 പോയിന്റോളം ഉണ്ട്. സോ അതുകൊണ്ട് അർജൻറ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഫോർമേഷൻ നമുക്ക് കിട്ടും. നോ ഇനി നമ്മൾ ഈ സ്ട്രക്ചർ വൺ ആഫ്റ്റർ അനദർ നമ്മൾ നോക്കുമ്പോൾ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ട്രേഡ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ എൻട്രി എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമുക്ക് എൻട്രി കിട്ടിയത്. ഇത് ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്തു മാർക്കറ്റ്. സി അതാണ് പറയുന്നത് നമ്മൾ ധൃതി പിടിച്ച് എൻട്രി എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. സി ആ ഒരു ഫുൾ ഏരിയ മിറ്റിഗേറ്റ് ചെയ്തു. സി ഇനിയത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഇവിടെ കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്ത് റേഞ്ച് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്തുകൊണ്ടാൽ മതി ട്രേഡിൽ നിന്ന് അല്ലെ. അല്ലാതെ നമുക്ക് അതിനകത്ത് വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണ് ഇവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യത്തില്ല മാർക്കറ്റ്. അതാണ് അതിനകത്തെ കാര്യം. നമ്മുടെ സ്റ്റോപ്പ് ലോസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം എന്താണ്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോൾ എക്സിറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു മൊമെൻറ്റും കൂടെ നമ്മൾ നോക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ എൻട്രി കറക്റ്റ് ആണോന്നില്ല എങ്കിൽ പോലും നമുക്കൊരു മൊമെൻറ്റും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെ ആ എക്സ്ട്രീം ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്തു. നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് ബോട്ടം പ്രൈസ് ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല. സോ ഇതൊരു റിയൽ ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ പ്രൈസ് ഹോൾഡ് ചെയ്യും അവിടെ. ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരുന്നതിൻ്റെ കാര്യം. ടെക്നിക്കലി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ആ ലോ വന്നിരിക്കുന്ന ക്യാൻഡിൽ. അതാണ് റിയൽ ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ വെള്ളിടും. ഇതിന് ശേഷം പ്രൈസ് ഇവിടെ വന്ന് റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ വി ആർ ഇൻ ഡേഞ്ചർ. അതാണ് പ്രശ്നം. അപ്പം ഇവിടെ രണ്ടിടത്തും നമുക്ക് ചെറിയ ലെവലിലുള്ള ട്രേഡിംഗ് ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പ്രിസിഷൻ എൻട്രിയിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ട് നോക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി. സോ ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ രണ്ടിടത്ത് ഒരേ ചാർട്ടാണ്. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് വരുമ്പോഴത്തേനും ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് വരുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം എല്ലാ ക്യാൻഡിലും വൺ ആഫ്റ്റർ അനദർ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പ്രൈസ് റേഞ്ച് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് നേരെ താഴെ വരുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് വരയ്ക്കണമെന്ന് വിചാരിച്ചോ, ഇങ്ങനെ. സോ ഇങ്ങനെ വിക്സ് അപ്പർ സൈഡിലേക്ക് പോയിട്ട് ആദ്യം മിറ്റിഗേറ്റ് ചെയ്തു, പിന്നെ ഡൗൺ സൈഡ് വന്ന് ക്ലോസ് ചെയ്തു, വീണ്ടും വിക്സ് അപ്പർ സൈഡിലേക്ക് അങ്ങനെ പോകുന്നതാണെങ്കിൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. ഇതുണ്ട്, ഈ ഒരു വിക്സ് മുകളിലോട്ടല്ല നിൽക്കുന്നത്. അതേസമയം ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നതാണ് പ്രൈസ് താഴെ നിന്ന് തുടങ്ങി മുകളിൽ പോയി താഴെ വന്നിട്ട് പിന്നെ മുകളിൽ കയറി ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ വിക്സിനെക്കാട്ടിലും നല്ലത് പ്രൈസ് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ വിക്സ് ഇതുപോലത്തെ ക്യാൻഡിലായിരിക്കണം. മുകളിലോട്ട് പോകുന്ന ക്യാൻഡിലാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് വിൽ കം ഡൗൺ. തിരിച്ച് നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇനി ബിക്കോസ് ഇവിടെ മിറ്റിഗേഷൻ്റെ ഓർഡർ ഫ്ലോയുടെ ആ ഒരു മെക്കാനിസമാണ് ഈ പറയുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ആദ്യം പ്രൈസ് മുകളിൽ പോയി താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു, ഒന്നെങ്കിൽ മുകളിൽ വെച്ച് തന്നെ ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, വീണ്ടും പ്രൈസ് താഴെ വരുന്നു, അങ്ങനെ മുകളിലോട്ട് പോകുന്നത് ക്യാൻഡിൽസിന്. അങ്ങനെ വരുന്ന ക്യാൻഡിൽസിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈസ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വഴി തെളിച്ച് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കാരണം ഇഞ്ചക്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസിൽ ട്രിഗർ ചെയ്യുന്നു, താഴെ വരുന്നു, വീണ്ടും കളക്ട് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു, വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന ക്യാൻഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ട് വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബൈയിങ് വോളിയം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് ദീസ് പോയിന്റ്സ്. അപ്പം അതിനിടയ്ക്ക് പ്രൈസ് ഇതുപോലെ ഇതിന് ഓപ്പോസിറ്റ് സിനാരിയോ താഴോട്ട് ഇങ്ങനെ മിറ്റിഗേഷൻ വന്നിട്ടാണ് ഇത് ഇങ്ങനെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ താഴോട്ട് വന്ന് മോളിൽ കയറി ക്ലോസ് ചെയ്യും, താഴോട്ട് വന്ന് മോളിൽ കയറി ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് ഇറങ്ങി വരുമ്പം ക്വിക്ലി വന്നിട്ട് റിവേഴ്സ് ചെയ്ത് സ്പീഡ് കയറി പോകും തിരിച്ച്. മനസ്സിലായോ? ബിക്കോസ് ഇവിടുത്തെ ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നേരത്തെയുള്ള വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന പോലെ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഈസ് എ ഫ്യൂവൽ ഓഫ് ദ മാർക്കറ്റ് ഫോർ എ പ്രോട്ടർ ആൻഡ് റൺ. അതാണ് കൺസെപ്റ്റ്. സ്വീപ്പ് ഓർത്ത് വെച്ചണം ആക്ച്വലി ചെയ്യാം. സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഈസ് ദ ഫ്യൂവൽ ഓഫ് പ്രോ ട്രെൻഡ് റൺ. റൈറ്റ്. സോ ഇതാണ് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഈസ് എ ഫ്യൂവൽ ഓഫ് ഫ്യൂവൽ ഫോർ പ്രോ ട്രെൻഡ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ട്രെൻഡ് റണ്ണിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? താഴേക്ക് പ്രൈസ്
ഇതുപോലെ ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നിട്ട് താഴെ വന്ന് സ്വീപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകുന്നതാണ്. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ പ്രോ ട്രെൻഡ് റൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവം, പ്രോ ട്രെൻഡ് റൺ വരുമ്പോഴത്തേനും പ്രൈസ് പിന്നീട് സെക്കൻഡറി മിറ്റിഗേഷന് ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഓൾറെഡി ഇത് പ്രോ ട്രെൻഡ് റണ്ണിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഫൈനൽ മൂവ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷന് വേണ്ടിയിട്ടാണ് പ്രൈസ് വരുന്നത്. അതല്ല നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പുൾ ബാക്ക് സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് ഇത് പുൾ ബാക്ക് സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പ്രൈസ് പോകുന്നു, റൈറ്റ്. ഇങ്ങനെ പ്രൈസ് പോകുമ്പോൾ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി വന്നിരിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്യുകയാണ്. പുൾ ബാക്ക് ഇത് ഓൾറെഡി ഒരു ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ പോകുന്നത്. എങ്കിൽ പോലും സെക്കൻഡ് ടൈം അതിനെ ലിക്വിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത മാർക്കറ്റിനുണ്ട്. സോ എന്ത് പറ്റും, ഇങ്ങനെ വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ മൊമെൻറ്റം എന്തായിരിക്കും, മൊമെൻറ്റത്തിൽ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും, പെട്ടെന്ന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനല്ലേ ഇവിടെ കിടക്കുന്നത് ഇത്. അതിനുശേഷം പ്രൈസ് പെട്ടെന്ന് ഇങ്ങനെ താഴെറങ്ങി വന്നിട്ട് അതുപോലെ തന്നെ കയറി പോയിട്ട് ഇവിടെ ഒരു ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു വീക്സ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, പ്രൈസ് നേരെ മേളിലേക്ക് പോകും. പിന്നെയും പ്രൈസ് എന്ത് വരും, താഴേക്ക് വരും. പിന്നെയും പ്രൈസ് മേളിലേക്ക് പോകും. ഈ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും. സോ ഈ സ്വീപ്സ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് മാർക്കറ്റ് സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം ഡിസ്കൗണ്ടിങ് ഫാക്ടറിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആണോ, ഞാൻ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ്. ഇതുണ്ട്, ഈ ഒരു സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ക്യാൻഡിൽ ഇങ്ങനത്തെ ക്യാൻഡിൽ ഉള്ളതുകൊണ്ട് പ്രൈസ് നേരെ താഴെ വരുമ്പോൾ പെട്ടെന്ന് കയറി പോകും. ബിക്കോസ് ഇവിടെ ഓൾറെഡി ഓർഡർ ആക്ടിവേറ്റഡ് ആണ്, ഇവിടുത്തെ പ്രൈസിൻ്റെ ട്രേഡ് ചെയ്ത ആ ഒരു ഏരിയ റെഡി ആക്കിയിട്ട് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ അധികം മാർക്കറ്റിന് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ തന്നെ പതുക്കെ അങ്ങ് കയറി പോയാൽ മതി. അതാണ് അതിനകത്തെ കാര്യം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് സപ്പോർട്ട് എടുക്കത്തില്ല, ഈ ഒരു ഏരിയ വന്നിട്ട് പ്രൈസ് യൂട്ടാൻ എടുക്കത്തില്ല മാർക്കറ്റ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അധികം സമയം ഇവിടെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യത്തില്ല. ഇറ്റ് വിൽ ഗോ അപ്പ് സൈഡ്. അതാണ് അതിനകത്തെ കാര്യം. ഇതൊരു റിയൽ ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇത് റിയൽ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ജസ്റ്റ് ആ ഓർഡർ ബ്ലോക്കെ വന്നൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം പ്രൈസ് യൂട്ടാൻ എടുത്ത് മുകളിലേക്ക് പോകും. അപ്പം നമ്മളിന്ന് പഠിച്ചത് എന്താണ്, സിമ്പിളായിട്ടുള്ള കാര്യം, ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ബോഡി മാത്രം നോക്കുമ്പോഴത്തേനും അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോഡി മാത്രം നമ്മൾ നോക്കുമ്പോൾ രണ്ടിടത്തേയും ഇത് നോക്കിയേ, ബോഡി മാത്രം നോക്കുമ്പോൾ എങ്ങനെ ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ക്ലിയർഡ്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ക്ലിയർഡ്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ക്ലിയർഡ്. ഇനി ആ പടി ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ, ഒരു ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ക്യാൻഡിൽസ്റ്റിക് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ പിക്ചർ ഈസ് എൻ്റയർലി ഡിഫറൻറ്റ്, മനസ്സിലായോ. ബോഡി പോർഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ പെൻഡിങ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ആക്ച്വലി അതിൻ്റെ ബോട്ടം സൈഡിൽ പ്രൈസ് ഇതുണ്ട്, ഇത് ചെയ്തേക്കുന്നുണ്ടോ, ടച്ച് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബോട്ടം പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ ടച്ച് ചെയ്താക്കുന്നതാണ് പോയേക്കുന്നത് അല്ലേ. അപ്പം ഈ ക്യാൻഡിൽ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, റൈറ്റ്. ഈ ക്യാൻഡിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇനി നോക്കി കണ്ടോ, നമ്മളിങ്ങനെ ലൈൻ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് സംഭവിച്ചു, അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ടുള്ള ആ ഒരു റൺ നടത്തിയാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് നമുക്കതിന് മനസ്സിലായി ഇത്രയും പോർഷനിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി ക്ലിയർഡ്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ദേ കനോട്ട് ഹൈഡ് ബിക്കോസ് ഹ്യൂജ് മൊമെൻറ്റത്തിൽ ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വോളിയം നോക്കുമ്പോഴാണെങ്കിൽ പോലും എല്ലാം ബൈങ് വോളിയമാണ് അല്ലേ. 1 after another 15, 14 എത്ര മില്യൺ വെച്ചിട്ട് വരുന്നുണ്ട്. യൂഷ്വലി ഇതിൻ്റെ വോളിയം ആ ഒരു ഇതിലാണ് വരുന്നത്, കണ്ടോ. ബൈങ് ഇൻക്രീസ്ഡ് വോളിയം, അഗെയിൻ ഡിക്രീസ്ഡ് വോളിയം, പ്രൈസ് അവിടെ സെല്ലിങ് കുറച്ചൊന്ന് കുറവ് വന്നു. അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ജെന്യൂൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഹോൾഡ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ഹോൾഡ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പം ഇവിടെ ഒന്നെങ്കിൽ യൂട്ടാൻ എടുക്കണം. ഓക്കെ, ഇവിടെ ഒന്ന് യൂട്ടാൻ എടുത്ത് തിരിച്ച് കയറി പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതേസമയം ഇത് വീണ്ടും ഫെയിലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുക, മാറി ട്രേഡിൽ നിന്ന്. ഇനി ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ 100% നമ്മൾ ടോട്ടൽ ഫെയിലിയർ ആയിപ്പോകും ട്രേഡിനകത്ത്. സോ ഇപ്പോൾ നമ്മൾ വി ആർ ഇൻ എ പ്രോഫിറ്റബിൾ പൊസിഷൻ. ക്ലിയർ, ലൈവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കൺസെപ്റ്റുകൾ തന്നെ വീണ്ടും പറയുക എന്നുള്ളതല്ല നമ്മളുടെ ചാനലിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം എന്തെല്ലാം മൈന്യൂട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി ഇതിങ്ങനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഐഡിയ. ആ ഐഡിയയ്ക്ക് അതുകൂടെ നമ്മൾ കൂടുതൽ മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലിക്വിഡിറ്റി, യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സ്ട്രക്ചർ, യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ ഈസ് എ റിയൽ മണി, യു വിൽ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ നമ്പർ ഓഫ് തോട്ട്സ് അല്ലേ, നമ്പർ ഓഫ് തോട്ട് പ്രോസസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ മാർക്കറ്റിൻ്റെ ഒരു നാവിഗേഷൻ പ്രൈസ് മൂവ്മെൻറ്റ് ഏകദേശം ശരിയായി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം പ്രകാരം നമ്മൾ നോക്കുവാണ്. ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ
നമുക്ക് ഫിറ്റാന്ന് തോന്നുന്ന ഒരു നല്ലൊരു ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മൾ ബൈ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രൈസ് ഇവിടെ വന്ന് കൂട്ടാൻ എടുത്തോ, ദാറ്റ് മീൻസ് വാട്ട് വി ആർ ടോക്കിംഗ് ഈസ് ലോജിക്കൽ അല്ലേ. ഇനി ട്രേഡ് ഫെയിൽ ആയാലും സാരമില്ല, കാരണം ബിക്കോസ് അവിടെ ഓൾറെഡി മൊമെൻറ്റം ഏകദേശം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ടാർഗറ്റ് അടിക്കില്ലെന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ട്രേഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ഐഡിയ. സോ സ്വീപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഒന്ന്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാതെ പോകുന്നു. സോ ഹയർ ദ പോസിബിലിറ്റി ആ ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രൊവൈഡഡ് ദാറ്റ് ദർ ഇസ് ഇൻക്രീസ്ഡ് വോളിയം, റൈറ്റ്. നമ്പർ ടു പ്രൈസ് മുകളിലേക്ക് പോകുമ്പം അതിൻ്റെ മിറ്റിഗേഷൻ ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് നേരെ പ്രൈസ് ഗ്രീൻ ക്യാൻഡിലിൽ ഇങ്ങനെ വന്നു, ഗ്രീൻ ക്യാൻഡിലിൽ പ്രൈസ് ഇങ്ങനെ വന്നു, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് ഇങ്ങനെ വരുന്നു. അപ്പം മുകളിൽ വരെയും പ്രൈസ് പോയതുകൊണ്ട് വിക്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു മുകളിലോട്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ മുകളിലേക്ക് പ്രൈസ് പോകാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ്. വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു, ഇങ്ങനെ പോകുന്നു, വീണ്ടും പ്രൈസ് ഇങ്ങനെ വരുന്നു. അപ്പം മുകളിൽ വരെയും പോയതുകൊണ്ട് ഇങ്ങനെ ഒരു വിക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കുള്ള മൊമെൻറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് ശരിക്കും പ്രൈസ് നല്ല സ്പീഡിൽ മുകളിലേക്ക് കയറിപ്പോണെങ്കിൽ ഈ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ അതൊരു സ്റ്റേബിൾ കയറ്റമാണ്. പക്ഷേ സെക്കൻഡ് ടൈം ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്നും കൂടെ വരും ഇവിടെ. ഇതെല്ലാം ഇങ്ങനത്തെ അതിനെ പറയുന്നത് പുൾ ബാക്ക് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ക്യാൻഡിലിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ആ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നമ്മൾ പറയുന്നത് പുൾ ബാക്ക് ക്യാൻഡിൽ. അപ്പോൾ പുൾ ബാക്ക് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോ ട്രെൻഡ് റണ്ണിന് വേണ്ടിയിട്ട് മാർക്കറ്റ് റെഡി ആയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ മീനിങ്. ക്ലിയർ അല്ലേ? അപ്പം ഈ ലെക്ചറുകളെല്ലാം പല പ്രാവശ്യം നമ്മൾ കേൾക്കുക. ഇത് നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ നമ്മളുണ്ട്. അപ്പോൾ ഈ പറയുന്ന എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഫോം ചെയ്ത് വരണം. ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് അത് ഫെയിലാകാൻ പോകുന്നത്. അപ്പോൾ ഫെയിലാകുന്നതിന് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രേഡിംഗ്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, പ്രൈസ് നമ്മുടെ ഏരിയ വീണ്ടും വന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഇനി ഒരു 6 ആഗ് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കാം, അതിന് ശേഷം പ്രൈസ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് യൂ ടേൺ എടുത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ നാസ്ഡാക്ക് വന്നില്ല, പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പറഞ്ഞ ഡയറക്ഷനിലേക്ക് തന്നെ പ്രൈസ് പോകുന്നുണ്ട്. പ്രൈസിൻ്റെ ഡൈനമിക്സ് എന്ന് പറയുന്നതാണ്. അപ്പം പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ലിക്വിഡിറ്റി എവിടെയാണ് എന്നുള്ള ഒരു കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിങ്. വലിയൊരു വേറെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. അതാണ് ഈ ട്രേഡിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ലോജിക് ഫോർമേഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ ടൈം എന്ന് പറയുന്നത് 2:11 PM 20. അപ്പോൾ നമ്മുടെ ഇവിടെ 2:11. അപ്പോൾ നമ്മൾ കുറേ നേരമായി, ഇപ്പോൾ ഒരു മണിക്കൂറോളം മിച്ചമായി നമ്മൾ ട്രേഡ് എടുത്തിട്ട്. അപ്പോൾ പ്രൈസിൻ്റെ മൊമെൻറ്റം കണ്ടോ? അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കൺസെപ്റ്റ് പ്രകാരം ഇവിടെ ഇതുപോലെ തന്നെ നടന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ സോൺ ടാർഗറ്റ് ചെയ്യുന്നു, ആ സോൺ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫുൾ ടാർഗറ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഒരു അടുത്ത മൊമെൻറ്റത്തിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യും. സോ പ്രൈസ് വീണ്ടും മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മേ ബി ചെറിയൊരു സെൽ ഓഫ് വന്നിട്ട് വീണ്ടും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാൻ തന്നെ ചാൻസ് കൂടുതൽ. സോ ഈ സോൺ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഒന്നും കൂടെ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് നമ്മുടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രേഡ് ഹൈ മൊമെൻറ്റം വീണ്ടും ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കാം, അതിനുശേഷം എക്സിറ്റ് ചെയ്യാം.
വളരെ സ്ലോ പ്രൈസ് ആക്ഷനാണ്, പതുക്കെ പതുക്കെ കയറി പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹൈ മൊമെൻറ്റം വരും, കാരണം എല്ലാവരും പേടിക്കും നേരത്തേനും. റീറ്റെയിലേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യും പൊസിഷൻ, പെട്ടെന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫ്രണ്ട്സ്, അപ്പം പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. അപ്പം വേറൊരു പരിപാടിയും കൂടെ നമുക്ക് ഇവിടെ ചെയ്യാം. ഒരു അഡീഷണൽ പൊസിഷനും കൂടെ ബിൽഡപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു സ്കാൽപ്പിങ്. ഇത് നമ്മുടെ ടാർഗറ്റ് അവിടെ നിൽക്കട്ടെ. സോ ബോത്ത് പൊസിഷനിൽ നമ്മളിവിടെ ഒരു സ്കാൽപ്പിങ്ങും കൂടി ഇവിടെ ട്രൈ ചെയ്യാണ് ഇവിടെ, ബിക്കോസ് ഇവിടെ ലിക്വിഡിറ്റി ഓൾറെഡി സ്വീപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് സ്കാൽപ്പിങ്ങിൻ്റെ ഇത്. ആക്ച്വലി ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യാം. സോ ഇവിടെയും സ്കാൽപ്പിങ്, വൺ മോർ പൊസിഷൻ. ഇതാണ് ലിക്വിഡിറ്റി എന്നുള്ളത്. സോ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോഴും ലൈവാണ് മാർക്കറ്റ്. ടൈം ഇൻ ന്യൂയോർക്ക് 2:35 PM. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 ടാർഗറ്റും മീറ്റ് ചെയ്തു ഏകദേശം. ഇത് എക്സിറ്റ് ആകാറായി, ഇതും ഇതിനൊപ്പം തന്നെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ 2 സ്കാൽപ്പിംഗ് എൻട്രിയും ഇതും കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇംബാലൻസ് ഉണ്ടായിരുന്നു. വൺ ആഫ്റ്റർ അനദർ 3 ക്യാൻഡിൽ ക്ലോസ് ചെയ്യപ്പെട്ടു. ഇവിടെ വൺ ആഫ്റ്റർ അനദർ ഇത് ക്ലോസ് ചെയ്യപ്പോൾ ആ സമയത്താണ് നമ്മൾ എൻട്രി ഡിസ്കൗണ്ടിങ് ക്യാൻഡിലിൽ നിന്ന് എടുത്തത്. ഇവിടെ എക്സാക്ട്ലി കയറത്തായിരുന്നു, പക്ഷേ ഇവിടെ ഈ പ്രൈസ് താഴ്ത്ത് വന്നെങ്കിലും പ്രൈസ് ക്വിക്ക് മൊമെൻറ്റത്തിൽ തന്നെ മുകളിലേക്ക് വീണ്ടും കയറിപ്പോയി. അപ്പോൾ നമ്മളുടെ ട്രേഡ് ഇവിടെ വെച്ച് എക്സിറ്റായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ എൻട്രിക്ക് ശേഷം മാർക്കറ്റിൻ്റെ ബിഹേവിയർ നെക്സ്റ്റ് ഡേയിൽ വന്നിരിക്കുന്ന ബിഹേവിയറാണ് ഈ കാണുന്നത്. അതായത് പ്രൈസ് ആ ഒരു മൂവ്മെൻറ്റിൽ കയറി പ്രൈസ് മെഡിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു വലിയ ബിഗ് ഫോൾ വന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഏത് രീതി വേണമെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ടാർഗറ്റ്, ക്ലിയർ ഡെഫിനിഷൻ ഓഫ് എൻട്രി, ക്ലിയർ പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് അതിനെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. സോ അതുവരെ നമ്മൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ലെക്ചർ നമുക്ക് ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്നുള്ളതല്ല, വേറെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഏകദേശം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഞാൻ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.